കഥ അമ്പുച്ചാച്ചൻ. രചന ഡോക്ടർ എ വി സതീഷ് കുമാർ. തേക്കിന്റെ ചെറുമാതിരിയുള്ള കൊമ്പുചെത്തിയുണ്ടാക്കിയ കുത്തിപ്പിടിച്ചു നടക്കുന്ന നീണ്ട വടി, മാലാനും മത്തിയും ചുവന്ന കണ്ണുള്ള പുയ്യാപ്ലയും നിരത്തിയ മീനുളുമ്പുള്ള പലകയ്ക്കുമേൽ ഉച്ചത്തിൽ തട്ടി അമ്പുച്ചാച്ചൻ ചോദിച്ചു, ഈനെത്രയാ? ഇങ്ങക്ക് ഏതാ വേണ്ട? എടുത്തോറാ. മാലാന് 30, മത്തി 20, പുയ്യാപ്ലയ്ക്ക് 25. മേരിയുടെ കെട്ടിയോൻ സൈമൺ മടക്കി കുത്തിയ കള്ളിമുണ്ടിന്റെ അകത്തെ അയഞ്ഞു തൂങ്ങുന്ന വെള്ള ട്രൗസറിന്റെ കീശയിൽ കൈയിട്ട് റോസ് നിറത്തിലുള്ള ബീഡിക്കെട്ടും കുയിൽ ബ്രാൻഡ് തീപ്പെട്ടിയും കയ്യിലെടുത്തു. പുലിമ്പ്രം കള്ളുഷാപ്പിന് മുന്നിലുള്ള 3-4 മീൻപലകകൾ. സൈമണും അബൂബക്കറും മേരിയും കാലിന് സ്വാധീനക്കുറവുള്ള ഗംഗേട്ടനുമാണ് പലകകളുടെ ഉടമസ്ഥർ. അച്ചാച്ചൻ വില ചോദിച്ച് ഓരോ പലകയിലും തട്ടിക്കൊണ്ടിരിക്കും. ശീലമായതുകൊണ്ട് അബൂബക്കറും മേരിയും സൈമണും ഒന്നും പറയില്ല. ഗംഗേട്ടൻ എന്തെങ്കിലും പിറുപിറുക്കും. പുലിമ്പ്രം കള്ളുഷാപ്പിലെ വൈകുന്നേരത്തെ പതിവുകാരുടെ കൂട്ടത്തിൽ അച്ചാച്ചനും ഉണ്ടാവും. ഏറ്റുകാരൻ കണ്ണേട്ടൻ കാലത്ത് തൃക്കണ്ണോത്തെയും കീഴോത്തെയും ഷാപ്പുകളിൽ കൊണ്ടുവയ്ക്കുന്ന 2-3 പാനികളിലൊന്ന് പുലിമ്പ്രം കള്ളുഷാപ്പിലും എത്തിക്കും. എല്ലാ മീൻപലകകളിലും തട്ടി കുറച്ചെങ്കിലും ബോധിച്ച ഒരു പലകയിലെ ഓഹരി വെച്ച മീൻകൂട്ടത്തിന്റെ നേർക്ക് വടി ചൂണ്ടിക്കൊണ്ട് അച്ചാച്ചൻ പറയും, തെടുക്ക് എനക്ക്. മിനുസമുള്ള സിനിമാ മാസിക കടലാസിലിട്ട 1-2 ഓഹരി മീൻ മുണ്ടിന്റെ കോന്തലക്കിറക്കിയ കോറ തുണി കൊണ്ട് തച്ച് സഞ്ചിയിൽ പൊതിഞ്ഞു വാങ്ങി അച്ചാച്ചൻ അങ്ങാടിന്ന് മടങ്ങും. അപ്പോൾ പുലിമ്പ്രത്തിന്റെ ആകാശം മെല്ലെ കറുത്തു തുടങ്ങും. ഓലമേഞ്ഞ നാഷണൽ ടാക്കീസിൽ നിന്ന് മാറ്റിന് കഴിഞ്ഞ് ഫസ്റ്റ് ഷോ തുടങ്ങുന്ന നേരവും കൂടിയായിരുന്നു അത്. വേനലിന്റെ ആരംഭമായിരുന്നു. അച്ചാച്ചൻ വടിയും കുത്തി മെല്ലെ നടക്കും. ചരൽ കുന്നിറങ്ങി താഴോട്ടു പോയാൽ മേലാഞ്ചിറ എത്തും. കട്ട കൊണ്ടുണ്ടാക്കിയ ഓടിട്ട വീടാണ്. കണ്ണും നെഞ്ചും പൊളിക്കുന്ന മീനത്തിലെയും മേടത്തിലെയും ചൂട് പിന്നിട്ടാൽ മഴക്കാലത്ത് മോന്തി മുതൽ നേരം വെളുക്കുവോളം അച്ചാച്ചനും അമ്മാമ്മയ്ക്കും ആദി പെരുകും. പറമ്പിലെ തെങ്ങിൽ നിന്ന് വിളച്ചിലും ഓലേമടലും തേങ്ങയും വീണ് പൊട്ടിക്കൊണ്ടിരിക്കുന്ന ഓടുകളുടെ വിടവിലൂടെ ഉറക്കം കഷ്ടിയാക്കിക്കൊണ്ട് വെള്ളം വീണുകൊണ്ട് നിൽക്കുന്നതാണ് സഹിക്കാൻ പറ്റാത്തത്. അടുക്കളയിലെ കഞ്ഞാറ്റി വെച്ചും കുളിമുറിയിലെ ചെമ്പ് പിടിച്ചു വെച്ചും വെള്ളം നിലത്ത് വീഴുന്നത് തൽക്കാലം ഒഴിവാക്കും. നിങ്ങൾ ഇതൊന്നും കണ്ടിട്ട് ബദല് കാണാത്തത് എന്ത്? ഇനി പെരുമഴ വരാൻ കാത്തിരിക്കുന്നു. ആ നേരത്തും അതല്ലാത്ത കാര്യം വരുമ്പോഴുമെല്ലാം അമ്മാമ്മയുടെ ഒച്ച തൊടിയും കടന്ന് മേലാഞ്ചിറയ്ക്ക് മുന്നിലെ കവുങ്ങിൻ തോട്ടത്തിലെത്തും. മേലാഞ്ചിറയിൽ തുണിയലക്കാനും മേല് കഴുകാനും വരുന്ന പെണ്ണുങ്ങൾ പറയാൻ തുടങ്ങും, മാതീച്ചി തുടങ്ങി കലമ്പ്. അച്ചാച്ചന്റെ ശ്രദ്ധ അത്തരം കാര്യങ്ങളിൽ എത്താത്തതൊന്നുമല്ല. പൊട്ടിയ ഓട് മാറ്റാനും പറമ്പിൽ ഏറെ പ്രായമുള്ള 5-6 തെങ്ങുകൾക്കെല്ലാം തടം തുറന്ന് കൊല്ലത്തിലൊരിക്കൽ കുമ്മായവും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും കാലിവളവും ചേർത്ത് കൊടുക്കാനുമൊക്കെ അച്ചാച്ചന് കഴിഞ്ഞിരുന്നു. എന്നാൽ ഇത്തവണ ഈ ആണ്ടിൽ അതൊന്നും ചെയ്യാനായില്ല. ഓയ് അമ്പുസറാപ്പേ! മങ്ങിയ അന്തിവെളിച്ചത്തിൽ മേലാഞ്ചി കുന്നിറങ്ങുന്ന അച്ചാച്ചനെ കുന്നു കയറുന്നതിനിടയിൽ മുന്നിൽ കണ്ടപ്പോൾ അനാദിപീഡികക്കാരൻ രാഘവൻ ചിരിച്ചുകൊണ്ട് ഉറക്കെ വിളിച്ചു, അച്ചാച്ചൻ ഒരു മൂളൽ കൊണ്ട് രാഘവനെ ഒന്ന് നോക്കി. എവിടെ പോയതാ? മീനുണ്ടോ പുലിമ്പ്രത്ത്? ആ, ആടുന്ന് വരുന്നയാ. സുലോചനയുടെ ഇളയതിന്റെ കാതുകുത്ത വരുന്ന ആഴ്ച. വീട്ടിലേക്ക് നാളെ വരാം. ആയിക്കോട്ടെ. അച്ചാച്ചന്റെ അടുത്തേക്ക് നടന്ന് രാഘവൻ പറഞ്ഞു. കൈവെള്ളം മോതിരും കൂടി വേണം. ആ, നോക്കാം. അച്ചാച്ചൻ തലയാട്ടി. കുന്നിറക്കത്തിനടുത്തുള്ള നീണ്ടുവരുന്ന റബ്ബർ കാട്ടിൽ നിന്ന് വവ്വാലുകൾ ചിറകടിച്ചുയർന്നു. ആ നേരത്ത് തന്നെയാണ് ദൂരദിക്കുകളിൽ അലഞ്ഞുമടുത്ത പരുന്തുകളും കാക്കകളും വേനൽ ചൂടിൽ ഉരുക്കിയൊലിക്കുന്ന പോലെ റബ്ബർ മരങ്ങളുടെ മെലിഞ്ഞ കൊമ്പുകളിൽ വിശ്രമിക്കാനെത്തിയത്. നടന്ന് വീടെത്തുമ്പോഴേക്ക് ചിമ്മിണി വിളക്ക് വരാന്തയുടെ കൈവരിയിൽ നടുഭാഗത്തായി പുക പരത്തി നിന്നു. കിണ്ടിയിൽ നിന്ന് വെള്ളം കാലിൽ പരത്തിയൊഴിച്ച് അച്ചാച്ചൻ ഒന്ന് ചുമച്ചപ്പോഴേക്കും അടഞ്ഞു കിടന്ന വാതിൽ തുറന്ന് അമ്മാമ്മ പുറത്തെത്തി. മയ്യാലാവണം മീൻ മുറിക്കാൻ. നേരത്തെ കാലത്ത് വന്നൂടാ. അത്രയ്ക്ക് നേരം കൂടിയിട്ടൊന്നുമില്ല. കണ്ണ് കണ്ടിട്ട് തന്നെയാ ഞാൻ കുന്നിറങ്ങി. ഓ, ഒരു ദിവസം കള്ള് കുടിച്ചിട്ടില്ലെങ്കിൽ. അച്ചാച്ചന്റെ കയ്യിൽ നിന്ന് മീൻ സഞ്ചി വാങ്ങി അമ്മാമ്മ അടുക്കളയിലേക്ക് നടന്നു. വടി മൂലയ്ക്ക് ചാരി വെച്ച് അച്ചാച്ചൻ ചാരുകസേരയുടെ തുണി തട്ടിക്കുടഞ്ഞ് അതിലിരുന്നു. എന്തോ ആലോചിച്ചുകൊണ്ട് നെറ്റിയും മുടി തീരെയില്ലാത്ത തലയും തടവി. ആ നേരത്തെ മുറ്റത്ത് നിന്ന് ചാരനിറത്തിലുള്ള ഒരു പൂച്ചയും 2 കുട്ടികളും മീൻ വണം പിടിച്ച് അകത്തേക്ക് കയറി. മാതി! അമ്പുച്ചാച്ച ഉറക്കം വിളിച്ചു. അമ്മാമ്മയ്ക്കത് കേൾക്കാൻ കഴിഞ്ഞെങ്കിലും കുനിഞ്ഞിരുന്ന് ചിമ്മിണിക്കൂടിന്റെ വെട്ടത്തിൽ ചട്ടിയിലെ മീൻ മുറിച്ചിടുന്ന സമയമായതുകൊണ്ട് ഒച്ചയുടെ ഉറവിടം ലക്ഷ്യമാക്കി പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. മാതി! മാതിയേ! പൂച്ചയും കുട്ടികളും അമ്മമ്മയെ തന്നെ നോക്കി നിൽക്കുകയാണ്. മുറിച്ചിടുന്ന വാലോ തലയോ എന്തെങ്കിലും ഒരു കഷ്ണം, അത് മതി.
ഈടെ മീൻ മുറിക്കണ കണ്ടിട്ടേ എന്താ വേണ്ട? പോകണമെന്ന് ആഗ്രഹിച്ചെങ്കിലും അത് പതിവുള്ളതല്ലേ എന്ന് നിമിഷ നേരം ചിന്തിച്ച് പിന്നെ അമ്മാമ്മ ധൃതിയിൽ മീൻ മുറിക്കുന്നതിൽ തന്നെ മുഴുകി. വാസുദേവന്റെ കാര്യം പറയുന്നതിനായിരിക്കും. ചന്ദ്രമോഹന്റെ കത്ത് വന്നു എന്നും. അവൻ ട്രെയിനിങ് കഴിഞ്ഞ് അടുത്ത കൊല്ലമേ വരും. അല്ലെങ്കിൽ വീട് മാറ്റി പണിയുന്ന കാര്യത്തെക്കുറിച്ചായിരിക്കും. മണ്ണുകട്ടയുടെ വീട് എപ്പോഴാ പൊളിഞ്ഞു വീഴുന്നതെന്ന്. തുടങ്ങിയ പെട്ടെന്നൊന്നും തീർക്കാൻ കഴിയില്ലല്ലോ. അതുവരെ എങ്ങനെ? ഇവിടെ തന്നെ ഒരു ഷെഡ് കുത്തി അതിൽ നിൽക്കാനോ? വേഗം തന്നെ അങ്ങനെ ചെയ്യാൻ അതിനു മാത്രം പൈസ വേണമല്ലോ. അതെവിടെ നിന്നുണ്ടാക്കാനാ? ആരോടെങ്കിലും കുറച്ച് പൈസ കടം വാങ്ങണ്ടേ? വാങ്ങിച്ചാൽ മാത്രം മതിയോ? അത് വീട്ടണ്ടേ? വാസുവിന് സൂക്കേടൊഴിഞ്ഞ നേരമില്ല. അത് പറയാനാവും വിളിക്കുന്നത്. നെഞ്ചുവേദന മാറാഞ്ഞ് മിനിഞ്ഞാന്ന് ഓൻ വൈദ്യനെ കാണിക്കാൻ പോയതല്ലേ. മീൻ മുറിച്ച് വൃത്തിയാക്കി അമ്മമ്മ എഴുന്നേറ്റു. വാൽ കഷ്ണങ്ങൾ വാരിയെടുത്ത് പൂച്ചയ്ക്കും കുട്ടികൾക്കും ദൂരേക്ക് ഇട്ടുകൊടുത്തു. കറി വെക്കാനുള്ള കഷ്ണങ്ങൾ ചട്ടിയിലിട്ട് മൂടി വെച്ചു. കൈ കഴുകി അമ്മാമ്മ ഇറയത്തേക്ക് നടന്നു. മീൻ കൊണ്ടുവന്നിട്ട് ഇപ്പം മുറിച്ചില്ലെങ്കിൽ കറി എപ്പാന്ന് വിചാരിച്ചിട്ട് ആക്കുക? എത്ര നേരമായി ഞാൻ വിളിക്കുന്നു? അച്ചാച്ചൻ ചാരുകസേരയിൽ നിന്ന് എഴുന്നേറ്റ് ചുമലിലിട്ട തോർത്ത് കുടഞ്ഞു. വാസ് പീടിന്ന് വരേണ്ട നേരായില്ലേ? ഓനെന്താ വൈകുന്നു? അമ്മാമ്മ മുറ്റം നിറയെ പരക്കുന്ന നേരത്തെ ഇരുട്ടിലേക്ക് നോക്കി. ചാഞ്ഞു കിടക്കുന്ന ചെമ്പരത്തി ചെടികളുടെ കൊമ്പുകളിലൂടെ തിരക്കിട്ട് നടന്ന് കുഞ്ഞു പക്ഷികൾ ഒച്ചപ്പാടുണ്ടാക്കി. വരണ്ട നേരായിനല്ലോ. പീടിയിൽ എന്തെങ്കിലും തിരക്ക് വന്നിനാമോ? ദൂരെ ഏതോ കാവിലെ ചെണ്ടയുടെ തളർന്ന ഒച്ചയും കൊണ്ട് തണുത്തൊരു കാറ്റ് മേലാഞ്ചിറയ്ക്ക് മീതെ പടർന്നു. വാസുവിന് മംഗലാപുരത്ത് നല്ല ആസ്പത്രി കാണിക്കണം മതി. അമ്മമ്മയുടെ കണ്ണുകൾ നനഞ്ഞു. ദൈവേ, എൻ്റെ മോനൊന്നും വരുത്തല്ലേ. ഞാൻ പോയി നോക്കി വന്നാലോ? അച്ചാച്ചനും ഇരുട്ടിലേക്ക് അസ്വസ്ഥതയോടെ നോക്കി. നിങ്ങൾ ഇപ്പം എങ്ങ് വന്നല്ലോ ഉള്ളൂ. മേലാഞ്ചിറയ്ക്ക് ചുറ്റും തളർച്ചയുടെ രാത്രി എത്തി. മെല്ലെയായിരുന്നെങ്കിലും ആ വരവിൽ വിഷാദത്തിന്റെ പൊട്ടും പൊടിയും തങ്ങി നിന്നു. ചോക്കുകൊണ്ട് നമ്പർ എഴുതി വെച്ച നിരപ്പലകകൾ ക്രമത്തിൽ അടുക്കി വെച്ച് താക്കോലിട്ട് ടൈലറിംഗ് പീടിക പൂട്ടി വാസുദേവൻ പുറത്തു വെച്ച സൈക്കിളിന്റെ സ്റ്റാൻഡ് തട്ടി. ചരൽക്കല്ലുകൾ നിറഞ്ഞ വഴിയിലൂടെ ഇരുട്ട് മുറിച്ച് സൈക്കിളിന്റെ ലൈറ്റ് പാഞ്ഞു കയറി. സൈക്കിൾ ആഞ്ഞു ചവിട്ടുമ്പോഴും വാസുദേവന്റെ കണ്ണുകൾ വഴിയിലായിരുന്നില്ല. അയാൾ വീട്ടുകാര്യങ്ങൾ ഓരോന്ന് ഓർത്തു തുടങ്ങി. അച്ഛന് വയ്യാണ്ടായിരിക്കുന്നു. പ്രായം അലട്ടുന്നുണ്ടെങ്കിലും സറാപ്പിന്റെ പണി കയ്യിൽ കിട്ടുന്നത് കഴിയുന്ന പോലെ എല്ലാം ചെയ്യുന്നുണ്ട്. എന്നാലും അച്ഛൻ്റെയും തൻ്റെയും പണി കൊണ്ടൊന്നും വീട് മാറ്റി പണിയാനൊന്നും ആവില്ല. ചന്ദ്രമോഹനും കൂടി എന്തെങ്കിലും ഒന്നാകും. ഇളകുന്ന ചരൽപാതയിലൂടെ ആയാസപ്പെട്ട് സൈക്കിൾ ഓടിക്കുന്നതിനിടയിൽ വാസുദേവൻ മറ്റൊന്നുകൂടി ഓർമ്മിപ്പിച്ചു. ഉച്ചയ്ക്ക് ഊണ് കഴിച്ച് വായും മുഖവും കഴുകുമ്പോൾ ഇടത്തെ നെഞ്ചിൽ പുലർച്ചയ്ക്കുണ്ടായതുപോലെ വീണ്ടും വേദന വന്നിരുന്നു. കുറേ നേരം വേണ്ടി വന്നു അതൊന്ന് മാറിക്കിട്ടാൻ. പുലിങ്പ്ര അങ്ങാടിയിലെ കേളുവൈദ്യന്റെ കഷായവും മരുന്നുമൊന്നും ശരീരത്തിൽ ഏൽക്കുന്നില്ല. കിടപ്പിലായാൽ എന്തു ചെയ്യും? ഓരോന്നാലോചിച്ച് അയാൾ സൈക്കിളും കൊണ്ട് വീടിന് മുന്നിലുള്ള നീണ്ടുകിടക്കുന്ന പാടവരമ്പത്തെത്തി. വരാന്തയിൽ അച്ഛൻ കാത്തു നിൽക്കുന്നുണ്ട്. നീ എന്താ വൈകിയേ? വേഗം കുളിച്ച് നേരത്തെ എന്തെങ്കിലും കഴിച്ച് മരുന്നും കുടിച്ച് കിടന്നുറങ്ങിയാട്ടെ. അടുത്തെത്തിയ വാസുദേവനെ അച്ചാച്ചൻ ആകെ ഒന്ന് നോക്കി. അച്ചാച്ചന് വേവലാതി ഉണ്ടായിരുന്നു. സംസാരത്തിൽ ആവുന്നത്ര അത് മറച്ചു പിടിച്ചിരുന്നെങ്കിലും. മംഗലാപുരത്തെ ആശുപത്രിയിൽ ചെന്ന് ഏതെങ്കിലും നല്ല ഡോക്ടറെ കാണിക്കുന്നത് ഗുണമാകുമെന്ന് വാസുദേവനോടൊപ്പം ഇരുന്ന് ചൂടുപൊന്തുന്ന പൊടിയരി കഞ്ഞിയും മീൻ മുളകിട്ടതും കൂടി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ചാച്ചൻ സൂചിപ്പിച്ചു. നാളെ പുലർച്ചെ വണ്ടിക്ക് നമുക്ക് പോവാം. മാതി, നീയും വന്നോ? വയ്യാത്ത അച്ഛനെയും കൂട്ടി എങ്ങനെ വണ്ടിയിൽ തിക്കിലും ബഹളത്തിലും പോവും? വാസുദേവൻ സംശയിച്ചു. ഇപ്പൊ വരണ്ട അച്ഛനമ്മ. പിന്നെ നീ ഒറ്റയ്ക്കോ? അത് വേണ്ട. അച്ചാച്ചൻ വിട്ടില്ല. സുരേഷനോട് പറഞ്ഞ വരും. എൻ്റെ ഒരു കൂട്ടുകാരനാ. ഇനിയിപ്പോൾ വൈകില്ലേ? നാളെ പറയാം ഓനോട്. എന്നിട്ട് അടുത്ത ദിവസം പോവാം. ഓൻ വരാണ്ടിരിക്കില്ല. തൻ്റെ കൂടെ മംഗലാപുരത്തേക്ക് സുരേഷൻ വരുമെന്ന് വാസുദേവൻ ഉറപ്പായിരുന്നു. അച്ചാച്ചൻ രാത്രി ഉറങ്ങിയതേയില്ല. വാസുദേവനെ തന്നെ ഓർത്തുകൊണ്ട് കിടന്നു. മൺകട്ട കൊണ്ട് പണിത ചുമരുകൾക്കിടയിലെ വിള്ളലുകളിൽ നിന്ന് പ്രാണികളും പല്ലികളും ഇരകളെ തേടി പുറത്തിറങ്ങി. രാത്രിയിൽ തുടർച്ചയായ തോതിൽ മഞ്ഞ് വീണ് മേലാഞ്ചിറ വിറങ്ങലിച്ചു. ചിറയിൽ ഒഴുകുന്ന വെള്ളത്തിൽ പതിവിലുമധികം തണുപ്പുണ്ടായിരുന്നു. ചിറക്കരികിലുള്ള വയലുകളെ ആഴത്തിൽ മരവിപ്പിച്ചുകൊണ്ട് ശീതക്കാറ്റ് വീശിയടിച്ചു. ആകാശത്ത് ഒരൊറ്റ നക്ഷത്രം മാത്രം മിന്നുകയും മായുകയും കുറച്ചു നേരത്തെ ഇടവേള പിന്നിട്ട് വീണ്ടും തിളങ്ങി നിൽക്കുകയും ചെയ്തു. സുരേഷിനും ഒന്നിച്ച് വാസുദേവൻ മംഗലാപുരത്ത് പോകാൻ താഴങ്ങാടി സ്റ്റേഷനിൽ വണ്ടി കാത്തു നിൽക്കുമ്പോൾ അച്ചാച്ചനും ഉണ്ടായിരുന്നു. ഡോക്ടറോടെ എല്ലാം നേരത്തിൽ പറയണം മോൻ, വിഷമങ്ങളെല്ലാം. വണ്ടി പുറപ്പെടാൻ നേരത്ത് അച്ചാച്ചൻ വാസുദേവന്റെ തോളിൽ തട്ടി. അമ്പുച്ചാച്ചനെ സ്റ്റേഷനിൽ തനിച്ചാക്കി വടക്കോട്ടുള്ള തീവണ്ടി പാഞ്ഞു തുടങ്ങി.
അന്ന് വൈകുന്നേരം അച്ചാച്ചൻ പതിവ് പോലെ മേലാഞ്ചിറ കുന്ന് കയറി പുലിമ്പ്രത്തേക്ക് പോയില്ല. ഏറ്റുകാരൻ കണ്ടിട്ട് കൊണ്ടുവയ്ക്കുന്ന ചെത്തുകള്ള് കുടിക്കാൻ ഷാപ്പിലേക്കും ചെന്നില്ല. മേരിയുടെയും സൈമണിന്റെയും ഗംഗാധരേട്ടന്റെയും അബൂബക്കറിന്റെയും ഈച്ചപാറുന്ന മീൻപലകകൾ അച്ചാച്ചന്റെ വടിയുടെ തട്ടലോ തലോടലോ ഏൽക്കാതെ പൂർണ്ണമായി മൗനത്തിലായി. എന്നാൽ അന്ന് മറ്റൊന്നുണ്ടായി. എവിടെയും പോകാതെ അച്ചാച്ചൻ വീടിന്റെ മുമ്പുറത്തും അടുക്കള ഭാഗത്തും ഉണ്ടായിരുന്ന ആകെയുള്ള ഒന്ന് രണ്ട് പ്ലാവുകളുടെ ചുവട്ടിൽ നിന്നുകൊണ്ട് ചില കണക്കുകൂട്ടലുകൾ നടത്തി. കായ്ഫലമുള്ള ആ പ്ലാവുകളുടെ തായ്തടികൾക്കും ശിഖരങ്ങൾക്കും കാഴ്ചയിൽ ഒത്തവണ്ണമുണ്ടായിരുന്നു. അത് മുറിച്ചു വിറ്റാൽ കുറച്ചെന്തെങ്കിലും കയ്യിൽ കിട്ടുമല്ലോ. അതുകൊണ്ട് വീട് പണിക്ക് അത്യാവശ്യമായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നായിരുന്നു അച്ചാച്ചന്റെ ഉള്ളിൽ. വാസുദേവന്റെ അസുഖം മാറിയാലുടൻ വീടുപണി എങ്ങനെയെങ്കിലും തുടങ്ങി വെക്കണമെന്ന് അച്ചാച്ചൻ വിചാരിച്ചിരുന്നു. മംഗലാപുരത്തു നിന്ന് മടങ്ങിയ രാത്രി വണ്ടിയിൽ താഴങ്ങാടി സ്റ്റേഷനിൽ തിരിച്ചെത്തി ഓട്ടോയും പിടിച്ച് വാസുദേവനും സുരേശനും വീട്ടിലെത്തി. ഗുളിക കുറേയുണ്ട്, ഇത് കഴിഞ്ഞാൽ അടുത്ത ചെക്കപ്പിന് പോകണം, സുരേശൻ പറഞ്ഞു. അമ്മാമ്മ രണ്ടാൾക്കും കിണ്ണത്തിൽ ചോറ് വിളമ്പാൻ തുടങ്ങിയെങ്കിലും കഞ്ഞിന്റെ വെള്ളം മാത്രം കുടിച്ച് സുരേശൻ മുറ്റത്തെ ഒതുക്കുകല്ലുകൾ ഇറങ്ങി. പിറ്റേന്ന് പീടികയിൽ പോയെങ്കിലും വാസുദേവൻ ഒട്ടും ഉന്മേഷമില്ലാതെയാണ് തുന്നൽ മെഷീൻ ചവിട്ടിയത്. വേനൽ ഇനി അധികകാലമില്ലെന്ന ഓർമ്മപ്പെടുത്തലോടെ ആകാശത്തെവിടെയോ ഇടിപൊട്ടി. എങ്ങും തണുത്ത കാറ്റ് പടർന്നു. 3 ആഴ്ച കഴിയുമ്പോഴേക്കും വാസുദേവന്റെ മരുന്നുകൾ തീർന്നിരുന്നു. മരുന്നുകൾ കഴിഞ്ഞിട്ടും അയാൾ ചില ദിവസങ്ങളിൽ പുലർച്ചയ്ക്ക് നെഞ്ചുവേദന വന്ന് പുളഞ്ഞു. ചെക്കപ്പിനു വേണ്ടി സുരേശനെയും കൂട്ടി 2ാം തവണ ആശുപത്രിയിൽ ചെന്നപ്പോൾ വാസുദേവന് മംഗലാപുരത്തെ ഡോക്ടർ അഡ്മിഷനാണ് എഴുതി കൊടുത്തത്. അച്ചാച്ചനും അമ്മാമ്മയും ചില ബന്ധുക്കളോടൊപ്പം ആശുപത്രിയിലെത്തി വാസുദേവനെ കണ്ടു. സുരേശനും മറ്റൊരു സുഹൃത്തും ആശുപത്രിയിൽ വാസുദേവനെ കൂട്ടിരുന്നു. താഴങ്ങാടി തീവണ്ടി സ്റ്റേഷനിൽ തിരിച്ചെത്തി ഓട്ടോ പിടിച്ച് പുലിമ്പ്രമങ്ങാടിയിലൂടെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അച്ചാച്ചന്റെയും അമ്മാമ്മയുടെയും കണ്ണുനീര് പോലെ പുതുമഴയുടെ ആദ്യത്തെ തുള്ളികൾ മേലാഞ്ചിറ മുഴുവൻ ഉരുകി വീണുകൊണ്ടിരുന്നു. രാത്രി മുഴുവൻ നിർത്താതെ മഴ പെയ്തു. പൊട്ടിയ ഓടുകളുടെ ദ്വാരങ്ങളിലൂടെ തെറിച്ചു വീഴുന്ന മഴത്തുള്ളികൾ നിലത്ത് വീഴാതിരിക്കാൻ അടുക്കളയിലും നടുത്തളത്തിലും അച്ചാച്ചൻ പഴയ കഞ്ഞിക്കലവും ചെമ്പും പിടിച്ചു വെച്ചു. മേലാഞ്ചിറയിലെ ഒഴുക്കിന് ശക്തി കൂടി. മുകൾ പരപ്പ് വരെ വെള്ളം നിറഞ്ഞ് വയലുകളിലേക്ക് കവിഞ്ഞു. കിണറുകളിലെയും കുളങ്ങളിലെയും വെള്ളം കനത്ത മഴ കൊണ്ട് കലങ്ങി. ആ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കണം അമ്പോച്ചാച്ചൻ അത് അറിഞ്ഞിട്ടുണ്ടാവുക. ആരും തന്നെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ മടിക്കുന്ന വൈകുന്നേരം ആകാശം നോക്കിയാൽ പേടി തോന്നുന്ന മാതിരി ഭീമാകാരങ്ങളായ ഇരുണ്ട മേഘങ്ങൾ. അതിലൊന്ന് താഴെ വീണ് തകർന്നാൽ മതി പുലിമ്പ്രമങ്ങാടിയും മേലാഞ്ചിറയും നനഞ്ഞു വിറയ്ക്കാൻ. അച്ചാച്ചൻ ഭയപ്പെടുത്തുന്ന കറുത്ത ആകാശത്തിന് കീഴേ കൂടി നടന്ന് പുലിമ്പ്രത്തെത്തിയതാണ്. കുടയെടുക്കാൻ ഓർത്തില്ല. ഓർമ്മകൾ മുഴുവൻ ആഴ്ചകളായി മംഗലാപുരത്തുള്ള തവിട്ടു ചായം തേച്ച വലിയൊരു ആശുപത്രിയിൽ കിടക്കുന്ന വാസുദേവനെ പറ്റിയും തൻ്റെ ജീവിതത്തെക്കുറിച്ചുമായിരുന്നു. പുലിമ്പ്രത്തെത്തിയതും മഴ പെയ്തു. അങ്ങാടിയിലെ ആളുകൾ കുറവായിരുന്നു. അബൂബക്കറിന്റെയും മേരിയുടെയും സൈമണിന്റെയും കാലിന് സുഖമില്ലാത്ത ഗംഗാധരന്റെയും മീൻപലകകൾ റേഷൻ കടയുടെ പിറകുവശത്തെ ചുമരിനോട് ചേർത്ത് കുത്തനെ ചാരി വെച്ചിരിക്കുന്നത് അച്ചാച്ചൻ കണ്ടു. അച്ചാച്ചൻ അങ്ങാടിയിലെ ഒരേയൊരു ചായപീടികയിലേക്ക് മഴ തൂരാൻ വേണ്ടി വെറുതെ കയറി നിന്നു. 3 പേരുണ്ടാകും പീടികയിൽ. മേലാഞ്ചിറയിലെ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി തറമ്മൽ ഭാസ്കരൻ, ചായപീടികക്കാരൻ ലക്ഷ്മണൻ, പിന്നെ മുഖപരിചയം മാത്രമുള്ള 2 പേരും. തറമ്മൽ ഭാസ്കരൻ അച്ചാച്ചന്റെ അടുക്കലേക്ക് വന്നു. ഈ പെരുമഴയത്ത് എന്തിനാ അമ്പോട്ടാ കുന്നു കയറിന്? നമ്മൾ വീട്ടിലേക്ക് വരാൻ നിൽക്കുമായിരുന്നു. ഞാനും നിങ്ങളൊന്ന് കാണാൻ വിചാരിച്ചിരിക്കാന്ന്. തറമ്മൽ ഭാസ്കരൻ ആകാംക്ഷയോടെ സങ്കടത്തോടെ അച്ചാച്ചനെ നോക്കി. മോൻ മംഗലാപുരത്ത് ആശുപത്രി കിടക്കാണല്ലോ, നിങ്ങൾക്കറിയില്ലേ? ഓനൊരു ഓപ്പറേഷൻ വേണ്ടി വന്നാൽ പൈസ വേണ്ടേ? എൻ്റെ കൈമിലൊന്നുമില്ല. ഒന്ന് നിർത്തി ശ്വാസം ദീർഘമായി വലിച്ച് അച്ചാച്ചൻ തുടർന്നു. ഓൻ്റെ പീടികയുണ്ടല്ലോ പാലപ്പറ, അത് ആർക്കെങ്കിലും കൊടുക്കുക. അതിൻ്റെ ഇടപാട് നടത്താൻ എന്നെ ഒരു കൈ സഹായിക്കണം. അച്ചാച്ചൻ അതും പറഞ്ഞ് ഒന്ന് ചുമച്ചു. തറമ്മൽ ഭാസ്കരൻ വല്ലാതായി. അമ്പോട്ടനോട് എന്താ പറയുക ഇപ്പോൾ? അമ്പോട്ടാ, അതല്ല. തറമ്മൽ ഭാസ്കരൻ അച്ചാച്ചൻ്റെ കൈ കൂട്ടിപ്പിടിച്ചു. അയാളുടെ കണ്ണുകൾ നനയുന്നത് അച്ചാച്ചൻ കണ്ടു. ആസ്പത്രിയിൽ നിന്ന് സുരേശൻ വിളിച്ചിന് കുറച്ചു മുമ്പ്. അച്ചാച്ചൻ തറമ്മൽ ഭാസ്കരന്റെ കണ്ണുകളിലേക്ക് നിസ്സഹായമായി നോക്കി നിന്നു. പോയിന്നൊരു വർത്താനം കേൾക്കുന്ന അമ്പേട്ടാ. ആർത്തലച്ച് പെയ്യാൻ തുടങ്ങിയ മഴ
അച്ചാച്ചൻ്റെ ഒച്ചയും കരച്ചിലും ദൂരെ നിന്ന് മറ്റാരെങ്കിലും കേൾക്കുന്നത് തടയിട്ടു. അമ്പുച്ചാച്ചൻ ചായപീടികയിൽ വടി മറന്നുവെച്ച് 2 കൈയും തലയിൽ കമിഴ്ത്തിപ്പിടിച്ച് പെരുമഴയിലേക്ക് ഇറങ്ങി നടന്നു. പുലിമ്പ്ര അങ്ങാടിയിലും മേലാഞ്ചിറയിലും അമ്പുച്ചാച്ചനും അച്ചാച്ചൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്ന തർമ്മൽ ഭാസ്കരനും കറുത്തിരുണ്ട മഴയുടെ മൂർച്ചയുള്ള അമ്പുകളേറ്റ് പിടഞ്ഞുകൊണ്ടിരുന്നു.